ശക്തമായ മഴയിൽ വീടിന് സമീപത്തെ ആറിന്റെ ഭിത്തി ഇടിഞ്ഞു വീണ് അപകടാവസ്ഥയിലായതോടെ ദുരിതത്തിലായിരിക്കുകയാണ് കാഞ്ചിയാർ കക്കാട്ടുകടയിലെ കുടുംബം. പരാതി നൽകിയിട്ടും നടപടിയുണ്ടാകാതെ വന്നതോടെ അവർ പ്രതിഷേധവുമായി രംഗത്തെത്തി. കക്കാട്ടുകട മാണിക്യത്തിൽ ജോമോനും ഭാര്യയും പ്രായമായ അമ്മയും കുട്ടികളുമാണ് വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചത്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലാണ് കാഞ്ചിയാർ കക്കാട്ടുകടയിൽ താമസിക്കുന്ന ജോമോന്റെ വീടിന് സമീപത്തെ ആറ്റിൽ വെള്ളമുയരുകയും ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ വീടിന് സമീപത്തെ ആറിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു പോവുകയും ചെയ്തത്. തുടർന്ന് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും വില്ലേജ് ഓഫീസിൽ നിന്നും ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. ദിവസങ്ങൾ പിന്നിട്ടിട്ടും നടപടി ഉണ്ടാകാതെ വന്നതോടെയാണ് ജോമോനും കുടുംബവും പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഒരു മണ്ണിടിച്ചിൽ കൂടി ഉണ്ടായാൽ ജോമോന്റെ വീട് പൂർണ്ണമായും അപകടാവസ്ഥയിലാകും. ഞങ്ങളെ പ്രതിഷേധമായിട്ട് വരാൻ കാരണം ഞങ്ങളുടെ വീടിൻ്റെ സൈഡ് മുഴുവൻ ഇടിഞ്ഞ് വെള്ളത്തിലേക്ക് പോവുകയും ഞങ്ങളുടെ വീട് അപകടാവസ്ഥയിൽ നിൽക്കുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം ഇങ്ങനെ സംഭവം ഉണ്ടായിട്ട് ഇതുവരെ ആൾക്കാരും വന്ന് അന്വേഷിക്കുകയോ വർക്കുകയും ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിന് സംരക്ഷണം വേണം. അതിനുവേണ്ടിയാണ് ഞങ്ങളിവിടെ ഈ അടുത്തൊരു മലയാളം വന്നു കഴിഞ്ഞാൽ വീട്ടിടിഞ്ഞ് വെള്ളത്തിൽ പോകുന്നൊരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ ഒരു പ്രതിഷേധമായിട്ട് വന്നിരിക്കുന്നത്. ഇവരുടെ വീടിന് സമീപം റോഡിൽ ആറിന് കുറുകെ പുതിയ പാലം നിർമ്മിക്കുന്നുണ്ട്. ഈ പാലം നിർമ്മാണം ആരംഭിച്ചതോടുകൂടി ആറ് ഗതിമാറി ഒഴുകുകയായിരുന്നുവെന്നാണ് ജോമോൻ പറയുന്നത്. മറുപടി ഇപ്പം വെള്ളമാണ്, വേറെ ഇപ്പം ഇന്ന് ചെയ്യാനില്ല എന്നാണ് പറയുന്നത്. എന്തോ മാറി താമസിക്കാനാണ് പറയുന്നത്. മാറി നമുക്കിപ്പോൾ എങ്ങോട്ടും പോകാനുള്ള അവസരമില്ല. മാറിപ്പോയിട്ട് തിരിച്ചു നമുക്ക് ഈ വീടില്ലാതെ വന്നു തന്നെ. പ്രതിഷേധവുമായി കുടുംബം രംഗത്ത് വന്നതോടെ പ്രശ്നപരിഹാരത്തിന് അടിയന്തര ഇടപെടൽ നടത്തുമെന്ന് വില്ലേജ് ഓഫീസർ വ്യക്തമാക്കി. ആദ്യഘട്ടത്തിൽ മണ്ണിടിഞ്ഞ ഭാഗത്ത് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കല്ലും മറ്റും ഇളക്കി മാറ്റിയ ശേഷം താൽക്കാലികമായി മണ്ണിട്ട് തടയണ നിർമ്മിക്കാനുള്ള സംവിധാനം ഒരുക്കുമെന്നാണ് വാഗ്ദാനം. നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി പൂർത്തീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി വീണ്ടും രംഗത്തെത്തുമെന്ന് ജോമോനും കുടുംബവും മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ജനം, ഇടുക്കി.